മുഖ്യമന്ത്രിയെ നമ്പറില്ലാത്ത വാഹനത്തിൽ പിന്തുടർന്ന 5 അംഗ സംഘം പിടിയിൽ. ഇന്നലെ രാത്രി 10:15 മുതൽ കോഴിക്കോട് വെങ്ങാലിപ്പാലം മുതലാണ് സംഘം മുഖ്യമന്ത്രിയെ പിന്തുടർന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കത്തു നിന്നാണ് മലപ്പുറം സ്വദേശികളായ 5 പേർ പിടിയിലായത്. സംഘം സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് വാക്കി ടോക്കികൾ കണ്ടെടുത്തു. എന്നാൽ ഇത് വലിയ ആശങ്കയുള്ള സാഹചര്യമല്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി വെങ്ങാലിപ്പാലം മുതൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഉൾപ്പെട്ട ആംബുലൻസിനെയാണ് ഈ കാറിൽ 5 അംഗ സംഘം പിന്തുടർന്നത്. മലപ്പുറം സ്വദേശികളായ നസീബ്, ജ്യോതിസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, പാലക്കാട് സ്വദേശി അബ്ദുൾ വാഹിബ് എന്നിവരാണ് ഇത്തരത്തിൽ പിന്തുടർന്നത്. ഇവരുടെ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ രജിസ്ട്രേഷൻ നമ്പർ പതിക്കാത്ത കാറാണെന്നും ഈ വാഹനത്തിനുള്ളിൽ ഒരു വാക്കി ടോക്കിയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ച ഒരു പുതിയ വാഹനമാണ്, പക്ഷേ അത് വാഹനത്തിൽ പതിക്കാതിരിക്കുകയാണ് ഇവർ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇവർ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കെട്ടിടം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പര ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കി ടോക്കിയാണ് ഇതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ വാഹനക്കുരുക്കിൽപ്പെടാതിരിക്കാൻ, അതായത് ബ്ലോക്കിൽ ഒഴിവാകാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ ആംബുലൻസിന്റെ പിന്നാലെ പോയിരുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 2 തവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. VIP വ്യൂഹമാണ്, അതിനൊപ്പം കൂടരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അവഗണിച്ച അവർ പിന്നാലെ കൂടുകയായിരുന്നു. എന്തായാലും പ്രാഥമിക പരിശോധനകൾ നടത്തിയപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു ദുരൂഹതകൾ ഇല്ലെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസെടുത്ത പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുമുണ്ട്.